പടം എങ്ങനെയുണ്ട്? ഇടിമഴ കാറ്റ് എങ്ങനെയുണ്ട്? ഇടിമഴക്കാറ്റ് വളരെ നന്നായിട്ടുണ്ട്. ഒരു ഒത്തിരി കാണാൻ നല്ല ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇതാണ്. ഓക്കെ, നല്ല വർക്കാണ്. എല്ലാവരുടെ അഭിനയം എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ, നന്നായി അഭിനയിച്ചു. എല്ലാവർക്കും വളരെ നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു സിനിമയാണ്. അത് മനസ്സിലാക്കാൻ എങ്ങനെയുണ്ട്? കൊള്ളാം. കഥ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. ശരിക്കും എന്താണ് ഒരു നടക്കുന്ന സംഭവമാണ്. എന്നിരുന്നാലും കണ്ട സമയം പോകും. കണ്ടിരിക്കാനുള്ളതാണ്. എല്ലാവരുടെ അഭിനയം എങ്ങനെയുണ്ട്? അഭിനയം എല്ലാവരും മൊത്തത്തിൽ പടം കണ്ടിരിക്കാനുള്ളതുണ്ടോ? കണ്ടോണ്ടിരിക്കാം. ചെമ്മ വിനോദം എങ്ങനെയുണ്ട്? ശരിക്കും നല്ലൊരു മെസ്സേജാണോ? നല്ലൊരു കഥയാണ്. എങ്ങനെയുണ്ട് എല്ലാവരും അഭിനയമൊക്കെ? ഇന്ന് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇന്ന് ബംഗാളികൾ നമ്മുടെ കേരളം മുഴുവൻ നിറഞ്ഞപ്പോൾ പെരുമ്പാവൂരൊക്കെ നടക്കാൻ സാധ്യതയുള്ളവർ. അതുപോലെ തന്നെ ഞാൻ എറണാകുളത്തുകാരനാണ്. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരൊക്കെ നിറച്ച് ബംഗാളികളാണ്. അപ്പോൾ പല വിഷയങ്ങൾ ബംഗാളികളുമായിട്ട് നടക്കുന്ന അതുപോലെ തന്നെ ഒരു കഥയാണ്. ഇതുപോലുള്ള കഥകളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ചെമ്പ വിനോദം എങ്ങനെയുണ്ട്? ചെമ്പ വിനോദ് നല്ല അഭിനയമല്ലേ, അറിയപ്പെടുന്ന നടനല്ലേ. കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. ലാഗുണ്ട് കുറച്ച്, പിന്നെ കാണാം. ജസ്റ്റ് ഒരു സ്റ്റോറി ലൈൻ കൊള്ളാമെന്നൊരു പടമാണ്. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ വന്നിട്ട് കാണാൻ പറ്റിയ പടം. എന്താണ് ഇടിമഴക്കാറ്റ്? അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അതൊരു പെട്ടിയുടെ കഥയാണ്. ഒരു പെട്ടി മോഷണം ഇങ്ങോട്ട് പോകുന്ന കഥയാണ്. പക്ഷേ ത്രില്ലറൊന്നും പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. ബാസിയും സജ്ജമ്പനൊക്കെ എങ്ങനെയാണ്? നൈസായിട്ടുണ്ട്. വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാതെ കാണാൻ പറ്റിയ നല്ലൊരു പടം. എല്ലാവരും അഭിനയം എങ്ങനെയാണ്? നന്നായിട്ട്. ശരിക്കും എന്തെങ്കിലും മെസ്സേജ് വല്ലതും കൊടുക്കുന്നുണ്ടോ? മെസ്സേജ് ഒന്നുമില്ല, ജസ്റ്റ് കണ്ടിരിക്കുന്ന ജസ്റ്റ് ഒരു സിമ്പിൾ സ്റ്റോറി ലൈൻ വരുന്ന ഒരു പടമാണ്. ഇടിമഴക്കാറ്റ് വളരെ ബോറും. ഇത് പടമായിട്ട് പറയാൻ പറ്റില്ല. കുറേ എടുത്ത് വെച്ചിരിക്കുക. മനുഷ്യനെ അതിനകത്ത് തീ തീറ്റിച്ചു. കഥയില്ല, ഒരു കഥയില്ല. നമ്മൾ മലയാള പടമെന്ന് പറയാനും പറ്റില്ല. എന്നാലും അഭിനയം എങ്ങനെയുണ്ട്? അഭിനയം ആരുടെ അഭിനയം കറക്റ്റല്ല. ഒരാളിന് പോലും ക്യാരക്ടർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ക്യാരക്ടർ പോലും കറക്റ്റല്ല. പ്രതീക്ഷയോടാണ് വന്നത്. എന്തെങ്കിലും കോമഡി കാണുമല്ലോ. എനിക്ക് ഒന്നുമില്ല, കോമഡി ഇല്ല. മറ്റേന്തോ സെന്തില്ല, സെന്തില്ല. അവൻ്റെ കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ, അത്ര ഒന്നുമില്ല. കണ്ട് ഇരിക്കാനേ പറ്റില്ല. വേറും പോറും കോമഡിയാണ്. നമ്മളൊരു കോമഡി പടം കണ്ടാണ് കഥ എന്താണെന്ന് അവർ തന്നെ അറിയില്ലെന്ന് തോന്നുന്നു. എന്താണ് പറയാൻ പോകുന്നത് പോലും അവർക്കറിയില്ല. വളരെ ബോറായിപ്പോയി. ഞാൻ 150 രൂപ കൊടുത്തു പോയില്ലെന്നുള്ളതല്ല, ഇരുത്തി ബോറടിപ്പിച്ചല്ലോ. ഇന്റർവെല്ലായപ്പോഴത്തേക്ക് ഇറങ്ങാൻ പോയതാണ്. പിന്നെ AC അല്ലേ, കുറച്ച് ഇരിക്കാമെന്ന് പറഞ്ഞ് കേട്ടില്ല. അവളുടെ കുടുംബമായിട്ട് വരാനേ പാടില്ല. വെറും കിട്ടി കിട്ടും. ഒരു ഒറ്റ ബാക്കി പറഞ്ഞ എന്ത് പറയും ചേട്ടാ? ഇവിടെ ഒരു ഭാഷ അറിയാൻ പാടില്ലാത്ത ഒരാൾ വന്ന് ചുമ്മാ ഒന്നും അറിഞ്ഞൂടാത്ത ആൾക്കാരെ പോയി കാണും പോലെ. എന്നിട്ട് അവർക്കും ഒന്നും മനസ്സിലാവണില്ല, പറയുന്നവർക്കും മനസ്സിലാവണില്ല, കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവണില്ല. ഒരിക്കലും ഇല്ല, ഇത് സംഭവിക്കുന്നതേ അല്ല.